and welcome to Super Prime Time Live Show 3 in 1, powered by Taldrop and Time Express Cargo, gift sponsored by Dubai Crocodile Park. Yes. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? അതെ അതെ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. അതുകൊണ്ട് രണ്ട് മുതലക്കുട്ടികളാണ് ഇന്നത്തെ ഷോയുമായി വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ പെനീന ആൻഡ് ഷജീല. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ തന്നെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ മാലിക്. ഗുഡ് ഈവനിങ് മാലിക്, വെൽക്കം ബാക്ക്. ഷജി, മാലിക് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മാലിക് നമ്മുടെ കുറച്ച് ആംഗിൾസിനെ കണ്ടു, പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് മാലിക്കിന്റെ ഒരു ഫോട്ടോ കാണാൻ പറ്റി. കണ്ടോ? ഇല്ല, മാലിക്കിന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഫോട്ടോ കണ്ടോ? ഞാൻ ഫേസ്ബുക്കിൽ മാലിക്കിന്റെ ഒരു പിക്ചർ ഞാൻ കണ്ടു. അങ്ങനെ ഫൈനലി ഞാൻ മാലിക്കിന്റെ മുഖം കണ്ടു. അയ്യോ മാലിക്, ഞങ്ങൾ ഉണ്ടാവുമ്പോ വന്നൂടായിരുന്നോ? ഷോ ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടെ വരെ വന്നല്ലോ. പക്ഷെ വന്നപ്പോ കുറച്ച് ആൾക്കാരെ കാണാനും പറ്റി അല്ലേ? അതെന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് ഉറപ്പായിട്ടും കാണണം. നെക്സ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് കാണണം. ഓക്കെ. അമ്മ എന്ത് പറയുന്നു? അമ്മ സുഖമായിട്ടിരിക്കുന്നോ? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആഹാ, എന്തായിരുന്നു സ്പെഷ്യൽ ബിരിയാണി? മീനാണോ, മട്ടനാണോ, ചിക്കനാണോ? ചിക്കനും ബീഫും. രണ്ട് ബിരിയാണി. അല്ലല്ല, ബിരിയാണി അല്ല, ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ഫ്രൈ. അടിപൊളി അടിപൊളി. പിന്നെ വേറെന്താ, മഴയുടെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? നിങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ ഓക്കെ ആയിരുന്നോ? വലിയ മഴയില്ല. മഴ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഗുഡ്. എല്ലാം കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വർക്ക് ഫ്രം ഹോം ആണോ അതോ പോകുന്നുണ്ടോ? കേട്ടില്ല. വർക്ക് ഫ്രം ഹോം ആണോ അതോ ആർ യു ഗോയിങ് ടു ദ ഓഫീസ്? ഓഫീസ് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി. അപ്പം നല്ല വിശേഷങ്ങളാണ് വിശ്വസിക്കുന്നത്. നമുക്ക് എന്നാ പെട്ടെന്ന് കളിയിലോട്ട് പോയാലോ? ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ കേട്ടോ? നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ, മുഷ്രിഫിലുള്ള ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ തരിക. പക്ഷെ കപ്പിൾ നമ്മൾ, അതായത് ജയിക്കുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഒരു ലക്കി വിന്നറിന് ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള 2 പേർക്കുള്ള എൻട്രി. അതെ, കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും മാലിക്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊറേ നാൾക്ക് ശേഷം ഞാൻ ഷജി എന്ന് കാണുന്നത്. ഞാൻ ഓക്കെ, അപ്പൊ പറഞ്ഞോ, സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, അപ്പൊ ജി കെ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. എന്റെ ആടയാഭരണങ്ങൾക്ക് ഇവിടെ കിടന്ന് കിലുങ്ങുന്നു. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ജി കെയിലെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. Here you go. കേരളത്തിന്റെ തനതായ നൃത്തം ഏതാണ്? മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി. ഏതാണ്? പെട്ടെന്ന് ഓപ്ഷൻ എ മോഹിനിയാട്ടം. അയ്യോ, മോഹിനിയാട്ടം പറയുന്നത് എനിക്ക് പലതും ഓർമ്മയായിരുന്നു. ആ ഒരു കോൺട്രോവേഴ്സി ഉണ്ടായിരുന്നല്ലോ. മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹിനികൾക്കുള്ള ഒരു ആട്ടമല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ശരി ഉത്തരമാണോ നോക്കാം. അതെ, അത് പോയോ? ക്വസ്റ്റ്യൻ ആണ് പോയത്. ആൻസർ, അതെ, ആൻസർ ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ആണ്. വെൽ ഡൺ. ഓക്കെ, മാലിക് സെക്കൻഡിനുള്ള സ്റ്റാർട്ട് പറഞ്ഞോളൂ ചോദ്യത്തിനുള്ള. ഓക്കെ, ഓൾ റൈറ്റ്. വീണ്ടും ജി കെയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ജി കെ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അതെ. ഓക്കെ, പാതിരാ പൂക്കൾ എന്ന കവിത ആരുടെ രചനയാണ്? സുഗതകുമാരി, ONV കുറുപ്പ്, ബാലാമണി അമ്മ. പറഞ്ഞോളൂ പെട്ടെന്ന് കേട്ടോ, ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുഗതകുമാരി അല്ലേ? ഓക്കെ, പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് ചാൻസ് ഉണ്ട്. ശരിയാണോ തെറ്റാണോ നമുക്കൊന്ന് കണ്ടറിയാം. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. യെസ്, അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ,
സ്റ്റോപ്പ്. ഓക്കെ, അത് വന്നത് വീണ്ടും ജി കെ. കൊള്ളാലേ കളി. ഓക്കെ, GK എന്നുള്ള ലാസ്റ്റ് ചോദ്യം നമ്മൾ ചോദിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ സിനിമ ഏതാണ്? എലിപ്പത്തായം, മുഖാമുഖം, സ്വയംവരം. അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ സിനിമ ഏത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലേ പറഞ്ഞേ? ബി. ഓപ്ഷൻ സി. സി, സ്വയംവരം. ഓ, സ്വയംവരം. ഓക്കെ, നമുക്ക് സ്വയംവരം ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സ്വയംവരമല്ല, എലിപ്പത്തായമായിരുന്നു കേട്ടോ. നേരത്തെ 3 ക്വസ്റ്റ്യനും ഈ പറഞ്ഞ പോലെ GK ആയതുപോലെ 3 ആൻസറും A ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല മാലിക്, വീണ്ടും വിളിക്കാം. അതെ, വീണ്ടും വിളിക്കാം മാലിക്. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ഥിരം കോളറായ മാലിക്, കുറേ നാളെ നമ്മൾ മാലിക്കിനോട് സംസാരിച്ചിട്ട്. അപ്പൊ എന്തായാലും മാലിക്കിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റി. ഷജി, പിന്നെ എന്തൊക്കെയായിരുന്നു വിശേഷം? ഇതൊക്കെ അടിച്ചു പൊളിച്ചോ? ഇതൊക്കെ നന്നായി ആഘോഷിച്ചു. പക്ഷെ ആ ഒരു സന്തോഷം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് ഈ ഒരു മഴ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ഒരു ബ്ലെസ്സിങ് ആണ്. പക്ഷെ അത് ഈ ചെറിയൊരു ട്രാജഡിയിലും ആയി. പക്ഷെ ദുബായ് എന്ന് പറയുന്ന ഒരു സിറ്റി എപ്പോഴും മാജിക് ആണ് അല്ലേ? എത്ര പെട്ടെന്നാണ് അവർ റിക്കവറി ചെയ്തുകൊണ്ട് വരുന്നത്. ഹാറ്റ്സ് ഓഫ്. എക്സാക്ട്ലി. അത് കാരണം നമുക്ക് നമ്മൾ എപ്പോഴും പറയാം, നമ്മൾ ഇവിടെ താമസിച്ച ആൾക്കാർക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ ഭയങ്കര അത് ഇപ്പം മഴയുടെ കാര്യത്തിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. പക്ഷെ അത് അവർ ബാക്ക് ടു നോർമൽ ആകാൻ എടുത്ത സമയം ഭയങ്കര കുറവാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് കൂടിയാണ് നമ്മുടെ ദുബായ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എനിക്കറിയാം കുറെ ആൾക്കാർക്ക് ഷാർജയിലൊക്കെ കുറെ ഏരിയയിൽ ഇപ്പോഴും കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എല്ലാം നേരെ ആവട്ടെ. കാരണം ആ ഒരുപാട് 72 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ബാഡ് വെതർ നമ്മളെല്ലാവരും ഫേസ് ചെയ്തത്. പക്ഷെ എന്തായാലും അത് ബാക്ക് ടു നോർമൽ ആക്കാൻ നമ്മുടെ ഗവൺമെന്റ് ചെയ്ത ഹാറ്റ്സ് ഓഫ് ടു ദം. ആൻഡ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? അതെ. പക്ഷെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഇത് ക്ലൗഡ് സീഡിങ് കാരണമാണെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് പേര് ദുബായെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇഫ് യു സീ ഓൺലൈനിലൊക്കെ. പക്ഷെ അത് വളരെ തെറ്റായ ഒരു പ്രചരണമാണ്. കാരണം ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അതർ ഇഷ്യൂസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. ഞങ്ങളുടെ മരുഭൂമിയിൽ ഞങ്ങൾ അതെ. പക്ഷെ ഇനിയും ഇതുപോലെ ഉണ്ടാവും ചാൻസസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോൾ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ. ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ശൈലമ്മ, എന്തൊക്കെയാ വിശേഷം? ഞങ്ങൾ വന്നപ്പോ കാണാനെത്തില്ല, ഒരു വിഷമായി പോയി. ഞാൻ ആക്ച്വലി ആക്സിഡന്റലി ഞാൻ ഫേസ്ബുക്ക് ഞാൻ ഇടയ്ക്കൊക്കെ നോക്കത്തുള്ളൂ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാറുണ്ട്. നോക്കിയപ്പോ എനിക്ക് പരിചയമുള്ള ഒരു പേര്. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ മാലിക്. അപ്പൊ ഞാൻ മാലിക്കിന് കണ്ടപ്പോ ഞാൻ ഉടനെ അതിന് റിപ്ലൈ കൊടുത്തപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നു, നമ്മുടെ സനീഷേട്ടനെയൊക്കെ കണ്ടു. കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി. പക്ഷെ ടോണിയൊക്കെ കണ്ടു. നിരഞ്ജനെ, ടോണി, നിഷാദിക്കെ കണ്ടു അല്ലേ? നമ്മൾ ഈ സംസാരിക്കുമ്പോ നമ്മളൊരു അടുത്ത ആള് പോലെ അതാണ് UVL. നിങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. പിന്നല്ല. അതെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈം അമ്മ വരുമ്പോ ഞങ്ങളെ കൂടി അറിയിക്കണം. ഞാൻ എന്തായാലും മാലിക്കിനെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ചെക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും മാലിക്കിനെ അറിയിക്കണം. നമുക്ക് എന്തായാലും കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം എന്തായാലും പ്രൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, അമ്മ ഒന്നുകൂടെ ആഞ്ഞ് സ്റ്റോപ്പ്. ഓക്കെ, ഓഡിയോ ആണ് കേട്ടോ. ഓക്കെ. അയ്യോ, ഓഡിയോ അല്ല, GK ആണ്. GK ആണ്. GK ടിവിയിൽ ശ്രദ്ധിച്ചോ? അമ്മ കുഴപ്പമില്ല, സംസാരിച്ചോളാം. എന്തൊക്കെയായിരുന്നു ഈദിന്റെ പരിപാടിയൊക്കെ? മഴയൊക്കെ സമയത്ത് അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നോ? ഇല്ല, ഇവന് പിന്നെ അവധിയില്ലായിരുന്നു, 2 ദിവസമേ ഉള്ളായിരുന്നു. ഉള്ളായിരുന്നു. അപ്പൊ ഈദിന്റെ അന്ന് അവധിയായിരുന്നു അല്ലേ? അന്ന് അവധിയായിരുന്നു. പിന്നെ വ്യാഴവും വെള്ളിയും ഉണ്ടായിരുന്നു. ശരി ശരി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ബീഫൊക്കെ കഴിച്ചു എന്ന് മാലിക് പറഞ്ഞു. അതൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. ഓക്കെ അമ്മ, ചോദ്യം ചോദിക്കാണേ. കേരളത്തിൽ ആദ്യമായി ഡൈസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ്? വി അച്യുതമേനോൻ, സി അച്യുതമേനോൻ, പട്ടം താണുപിള്ള, MM ജേക്കബ്. ഓപ്ഷൻ എ ആയിരിക്കും, സി അച്യുതമേനോൻ. ഓക്കെ, നമുക്കത് ലോക്ക് ചെയ്യാമോ? നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ്. വെൽ ഡൺ. അപ്പൊ നമുക്ക് ഇതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞിടാ. വന്നിരിക്കുന്നത് യുവർ ചോയ്സ് ആണോ? അത് യുവർ ചോയ്സ്. അപ്പം
ഓഡിയോ ഒഴികെ ബാക്കി ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓഡിയോക്ക് ചെറിയൊരു തകരാറുള്ളത് കൊണ്ട് അത് ഞങ്ങൾ തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇഷ്ടമുള്ള ചൂസ് ചെയ്തോളൂ. ഇമേജ്. ഓക്കെ, അപ്പൊ ഇമേജിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? കമൽ, ശ്രീനിവാസൻ, പ്രിയദർശൻ. ഏത് സിനിമയാണെന്ന് മനസ്സിലായോ? ഇപ്പൊ വരും. ആ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ എളുപ്പം, വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് ആ ഒരു കാലത്ത്. വടിയെടുത്തോണ്ട് എന്താ പറഞ്ഞേ? ഓപ്ഷൻ ഓപ്ഷൻ കമൽ. സിനിമയുടെ പേര് പറയുന്നതേ ഉള്ളൂ, ഞാൻ പാട്ടാ പാടുന്നത്. ഏതാണ് സിനിമ മനസ്സിലായോ? നമുക്ക് ചോദിച്ചോ അല്ലെ? അപ്പൊ അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് എത്തിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞോളൂ. ഓക്കേ, വീണ്ടും GK. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചോദ്യം വരട്ടെ. എന്താ നടന്ന് വരാത്ത? അമ്മ, ഇത് നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ റിലേറ്റഡ് ചോദ്യമാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. ഓക്കെ. ഏത് തരം മുതലകളെയാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ വളർത്തുന്നത്? അമേരിക്കൻ ക്രോക്കഡൈൽ, സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, നൈൽ ക്രോക്കഡൈൽ. ഈ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലെ ഏത് ഇനം ക്രോക്കഡൈൽ ആണുള്ളത്? ഏതാ? ഓപ്ഷൻ സി ആണ്, നൈൽ ക്രോക്കഡൈൽ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ വന്നില്ലല്ലോ, കറക്കി കുത്തിയതാ, സാരയില്ല, നമുക്ക് നോക്കാം. പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻസ്. അമ്മ കറക്റ്റ് ആണ്, കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും ലക്കി ഡ്രോയിലേക്ക് നമ്മുടെ പേര് പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അമ്മയ്ക്കും മാലിക്കിനും കൂടെ വന്ന് അത് കാണാനുള്ള ഒരു അവസരം കിട്ടട്ടെ കേട്ടോ. ഓക്കെ, അവസാനം വരെ ഇരുന്ന് കാണാം. ആ ലക്കി ഡ്രോ നിങ്ങൾക്ക് കിട്ടട്ടെ. അതെ, ഓക്കെ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, നേരത്തെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നില്ലേ? എന്തുവാ? അല്ല, ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വരുന്നുണ്ടേ. അപ്പൊ അതിന് ആക്ച്വലി ഫസ, ഞാൻ അത് പറയുമ്പോഴേ ഇവരോട് സംസാരിച്ചത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു കംപ്ലീറ്റ് ദാറ്റ്. നമ്മുടെ ഷെയ്ഖ് ഹംദാൻ, അതായത് ഫസ, ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. അതായത് എത്രയോ ബില്യൺസ്, ഐ ഫർഗോട്ട് എത്ര ബില്യൺ അത് എക്സാക്ട് ഫിഗർ, പക്ഷെ അതിന്റെ ഒരു പ്രൊജക്ട് എടുത്തിരിക്കുകയാണ്. ഫിഗർ മറന്നു, എത്രയോ ബില്യൺ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി മഴ വരുമ്പം അതിന്റെ ഡ്രെയിനേജ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി. അത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു നാട്ടിലെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മഴ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് 2-3 വർഷമായിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ വന്നു. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇങ്ങനെ ഒരു മഴ അല്ലെങ്കിൽ ചെറിയ ചെറിയ മഴ അവർ ക്ലൗഡ് സീഡിങ്ങിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഡ്രെയിനേജ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് വെള്ളം പോകുന്ന രീതിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം പോകും. പക്ഷെ ഇപ്പോഴും അതിന് നമുക്ക് നാട്ടിലും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇപ്പം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി അല്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം തരുന്ന ഒരാൾക്കാർ കൂടിയാണ്. പക്ഷെ ഇനി അത് ഷെജി പറഞ്ഞ പോലെ തന്നെ അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന മഴയ്ക്കും കൂടി എങ്ങനെ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം സിസ്റ്റം വരാണ്. കാരണം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവർ ഈ എന്താ പറയാ, ഈ പാം ജുമേറ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഒരു കടലിനകത്ത് ഒരു ലോകം സൃഷ്ടിക്കാൻ പറ്റുന്ന ഇവർക്ക് ഇതൊരു വിഷയമല്ല. ബട്ട് ഇത്രയും റെയിൻഫോൾ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലം ആ ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്. പക്ഷേ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി. ഈ ഒരു സമയത്ത് യു ഹാവ് ടേക്കൻ ദ റൈറ്റ് കോൾ ആൻഡ് ദാറ്റ് ഈസ് ദുബായ്. അപ്പൊ എന്തായാലും അതാണ് പറയുന്നത്, ഒരു വെയിറ്റ് ചെയ്യത്തില്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. നമുക്ക് എല്ലാത്തിനും എങ്ങനെയാണ് മുന്നോട്ട്, അതിന്റെ സൊല്യൂഷൻ എന്താണെന്നാണ് അവർ നോക്കുക. അതുപോലെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഉദാഹരണം ഇപ്പൊ അവരുടെ ഇവിടെയുള്ള റെസിഡൻസ് എല്ലാം, ഐ മീൻ ലോക്കൽസിനൊക്കെ, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി നേരത്തെ റിലീസ് ചെയ്ത് കൊടുത്തു. അതിപ്പോ ഞാൻ വാർത്തയിൽ കണ്ടു. ആക്ച്വലി ഈ മാസത്തെ സാലറി നേരത്തെ കൊടുക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഷജി, ഒരുപാട് പേർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും നമ്മുടെ UK ന്യൂസിലൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നെങ്കിലും ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നമുക്ക് ദുബായ് ഗവൺമെന്റ് നമുക്ക് മുന്നേ തന്നിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡിഫിക്കൽട്ടിയിൽ നമ്മൾ പോയെങ്കിലും പക്ഷെ നമുക്ക് ഇതിനുള്ള മുന്നറിയിപ്പും
അത് എന്തായിരിക്കും. പക്ഷെ ഇത്ര ഒരു ഹെവി ആയിട്ടുള്ള സംഭവം അതെ. പക്ഷെ ഇനി നമ്മൾ എന്താണെങ്കിലും ഇപ്പൊ കുറെ അടുത്ത് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അതെല്ലാം ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് ആൾക്കാർ അവർക്ക് ഫുഡ് ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം കൊണ്ടെത്തിക്കാൻ നമ്മുടെ കുറെ ആൾക്കാർ, അതിൽ നമ്മുടെ മലയാളീസ് പ്രത്യേകമായിട്ട് എടുത്തു പറയണം. കാരണം അവര് ഒരുപാട് പേര് ഇതിനോട്ട് തുനിഞ്ഞിറങ്ങി. കാരണം അവർക്കൊക്കെ അങ്ങനത്തെ ഉള്ള കാസുള്ള ആൾക്കാരുണ്ട്. അതും കൊണ്ട് ഇറങ്ങി അതിന്റെ അപ്ഡേറ്റ് കൊടുക്കാനായാലും ബാക്കിയുള്ളവർ ആരെങ്കിലും സ്റ്റക്ക് ആയിട്ട് ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനായാലും. കാരണം പല ബിൽഡിങ്സിലും ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫുഡ് ഒന്നും ഇല്ലാത്തടുത്ത് ഇവര് പോയി വെള്ളം ഫുഡ് എത്തിക്കുന്നുണ്ട്, സാധനങ്ങൾ, മരുന്നടക്കം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള അവിടെയുള്ള വെള്ളം കണ്ടാമിനേറ്റഡ് ആയി. കാരണം സീവേജും വെള്ളം കൂടി മിക്സ് ആയിരിക്കണം. ഇത് കാരണം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഇപ്പം ഈ ഇതുപോലെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്കാണ്. കാരണം അവര് കുറെ പേര് ഇപ്പം ഡോക്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ഉണ്ടല്ലോ, വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് ഞങ്ങളുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് റെഡ് ആവുന്നു, എരിച്ചില് വരുന്നു. അതെ അതെ. ഈ കണ്ണിനെ ഇങ്ങനെ ബാധിക്കാൻ കാരണം എന്ന് വെച്ചാല് ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിന്റെ pH ലെവൽ ഇസ് ഡിഫറെന്റ് ഫ്രം നമ്മുടെ കണ്ണിലുള്ള pH. സോ അതുകൊണ്ട് നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാം? കാരണം ഇവർ ഡെയിലി അതിലൂടെ സഞ്ചരിക്കുന്നതല്ലേ. ഈ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ, ഐ പ്രൊട്ടക്റ്റന്റ്, ആ ഐ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക. കാരണം വെള്ളം കണ്ണിൽ ഒട്ടും തട്ടാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അത് ഐ ഗോഗിൾസ് നിങ്ങൾക്ക് എല്ലായിടവും കിട്ടും. നമ്മുടെയൊക്കെ ഞാൻ റീറ്റെയിൽ ഫീൽഡിലാണ്, അപ്പൊ നമ്മുടെയൊക്കെ അവിടെ സ്റ്റോഴ്സിലൊക്കെ ഞങ്ങൾ വിൽക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതിന് വേണ്ടി അതിന്റെ പ്രൈസും. പക്ഷെ എല്ലാവരും സ്വിം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഗോഗിൾസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ഈ വെള്ളത്തിൽ പോകാനും എല്ലാം. കാരണം നമുക്ക് എപ്പോഴാണ് ഇപ്പൊ തന്നെ ഒരുപാട് കൊതുകുകൾ, അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ദുബായ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറഞ്ഞു വരുന്നു. പക്ഷെ അതിന്റെയുള്ള ഒരുപാട് ചേഞ്ചസും നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സൈഡിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ചാൽ എസ്പെഷ്യലി ഷാർജയിലുള്ള നിവാസികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൈപ്പിലെ വെള്ളത്തിൽ എസ്പെഷ്യലി കുട്ടികൾക്ക് മുഖം കഴുകാനോ വായ കഴുകാനോ ബ്രഷ് ചെയ്യാനോ യൂസ് ചെയ്യരുത്. കുക്കിങ്ങിന്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തിളപ്പിച്ച് മാത്രം. അത് ഓൾറെഡി ഇപ്പൊ അതിന്റെ ന്യൂസ് എല്ലായിടും എത്തിക്കുന്നുണ്ട്. എല്ലാരും ശ്രദ്ധിക്കുക. കാരണം ഏത് വഴി കൂടെ നമുക്ക് അസുഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ നമ്മൾ കരുതേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് എസ്പെഷ്യലി കുട്ടികളുടെ വീട്ടിൽ ORS അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ORS, നല്ല ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഇതുപോലെ മെട്രോണിഡസോൾ പോലത്തെ മെഡിസിൻ, മെട്രോലാഗ് സിറപ്പ്, അതൊക്കെ വീട്ടിൽ വെക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ഡയറിയ ഒക്കെ വരാൻ നല്ല ചാൻസ്. ഇപ്പൊ ഒരുപാട് കുട്ടികൾക്കുണ്ട് വോമിറ്റിങ്ങും ഡയറിയയും. ഇപ്പം എന്തുകൊണ്ടാന്ന് അറിയില്ല, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണോ എന്തിന്റെയാണെന്ന് അറിയില്ല. ഇമീഡിയറ്റ്ലി കുട്ടികൾക്ക് ഒന്നീ സ്റ്റൊമക്ക് അപ്സെറ്റ് വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും അതൊക്കെ പറഞ്ഞ് നമ്മള് ആവേശം സിനിമ കണ്ടവർ എത്ര പേരുണ്ട്? അങ്ങനെ ഞങ്ങള് ആവേശം സിനിമ കണ്ടയുടെ ഹാങ് ഓവർ ആണ് ഞാനിത്. കണ്ടില്ലേ? സ്കൂളിംഗ് ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ, അപ്പുറത്ത് ബാഗിലുണ്ട്. ഞാൻ കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. എൽവിനാണ്. അതെ, ഈ സ്വരം കേട്ട് എത്ര കാലമായി? അതെ, എത്ര നാളായി ഈ സ്വരം എന്ന് കേട്ടിട്ടുണ്ട്. കൊറേ നാളായി. ഫാമിലിയൊക്കെ വന്ന് എന്താ വെള്ളയും കറുപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങള് മറ്റേ ആവേശത്തിന്റെ ഫാൻസ് ആണ്. അതിന്റെ ഹാങ് ഓവറിലാ. എന്നെ കണ്ടിട്ട് തോന്നിയില്ലേ രംഗണ്ണനെ പോലെ? എടാ മോനെ, എൽവിന്റെ ഫാമിലിയൊക്കെ വന്ന് എൽവിൻ ഭയങ്കര ബിസി ആയിരുന്നു. മോനെ നാട്ടിൽ പോയിട്ട് അവന് മിസ് ചെയ്യുന്നുണ്ടോ ദുബായ്? പിന്നെ അവനെപ്പോഴും മിസ്സിങ്, അവനെപ്പോഴും ഇങ്ങോട്ട് വരണം. അപ്പൊ ഫാമിലി വന്നപ്പോ അവരൊക്കെ കൊണ്ട് സ്റ്റുഡിയോ വരണ്ടേ? അതെന്താ എൽവിന് വരാഞ്ഞേ? ആ ടൈമില് അവിടെ സ്റ്റുഡിയോയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതുമല്ല, കുറച്ച് ഡീസനല്ലേ അവര് വന്നത്. അപ്പൊ അവര് ഫുള്ള് കറക്കമായിരുന്നു. അതെ, അല്ലേ? 2 ആഴ്ച ഉണ്ടായിരുന്നല്ലോ, 2 വീക്സ്. ഓക്കെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇനി എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണമെങ്കിൽ എൽവിനോട് ചോദിച്ചാൽ മതി. കാരണം ഏതൊക്കെ റെസ്റ്റോറന്റിലാണ് എൽവിൻ പോയത്, അപ്ഡേറ്റ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇനിയിപ്പോ ചോദിക്കും എൽവിൻ നല്ലൊരു റെസ്റ്റോറന്റ് സജസ്റ്റ് ചെയ്യാൻ പറയാം. അതെ. വേറെ എന്തൊക്കെയാ വിശേഷം എൽവിനെ? ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ. അതെ, വേറെന്താ വിശേഷം? അങ്ങനെ പോണു, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. എൽവിൻ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണോ അത് ജോലിക്ക് പോകുന്നുണ്ട്? ഇവിടെ അധികം മുങ്ങില്ല. എവിടെ എക്സാക്ട്ലി താമസിക്കുന്നത്? മൊബൈല. ഓ, അപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പുറത്തൊക്കെ സഫാരിയുടെ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ശരി, ഞാൻ താമസിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല അധികം. വണ്ടിക്കും പ്രശ്നമൊന്നും വന്നില്ലല്ലോ അല്ലേ?
ഞാൻ ആദ്യം തന്നെ കേട്ടിട്ടു ഹൈറ്റ് ഉള്ള സ്ഥലത്ത്. ബുദ്ധിമാൻ ബുദ്ധിമാൻ. അപ്പം ശരിയല്ലേ? വർഷങ്ങൾക്ക് ശേഷം കണ്ടോ? ഏതാ അതും കണ്ടു, മൂവി എല്ലാം കാണും. ആവേശം കണ്ടു, വർഷങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വർഷങ്ങൾക്ക് ശേഷമാണോ ആവേശാണോ? രണ്ടുപേരും ഡിഫറെന്റ്. നിവിൻ പോളി സൂപ്പർ അല്ലേ? ഞാൻ കൊറേ പേര് പറയുന്നത് കേട്ടു അടിപൊളിയായിരുന്നു. കണ്ടില്ലേ നിങ്ങള്? ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോനിയുടെ അടുത്ത്. എനിക്കറിയാം, ഞാൻ അത് വെയിറ്റ് ചെയ്യാൻ കാണാനായിട്ട്. ഞാൻ ആവേശം കണ്ടു, ആടുജീവിതം കണ്ടു. എനിക്ക് പക്ഷെ ഇത് കാണണം, എനിക്ക് കാണണം എന്തായാലും. അതെ, സൂപ്പറാ. ആവേശം നല്ല ഭയങ്കര എൻഗേജിങ്. ഞാൻ എൽവിന്റെ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എൽവിൻ എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം? അപ്പൊ നിവിൻ പോളി ചടുക്കി എന്ന് പറഞ്ഞു. അവന്റെ ഒരു കംബാക്ക് തന്നെയാണ് അല്ലേ? അതെ അതെ. ഇപ്പൊ നിവിൻ പോളിയുടെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ May 1 മലയാളി ഫ്രം ഇന്ത്യ. ഞാൻ അതിന്റെ പ്രൊമോഷൻ കണ്ടിരുന്നു. ഞാൻ അതിന് വെയിറ്റ് ചെയ്യാ ഞാൻ ആക്ച്വലി. എനിക്ക് എന്തായാലും നിവിൻ പോളി ഇങ്ങനെയാണ്, കുറച്ച് സമയം സൈലന്റ് ആയിട്ട് പെട്ടെന്നൊരു പൊങ്ങൽ ഉണ്ടാവും. ആ ഒരു ബോംബായിട്ടാണ് വരിക കേട്ടോ, അല്ലേ? എനിവേസ് ഗുഡ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കളി പഠിക്കാലോ. ഷാജിയുടെ ചളി കാണുന്നുണ്ടല്ലോ അതിന്റെ സ്ക്രീനൊക്കെ. കേൾക്കുന്നില്ല എൽവിനെ ഞാൻ വിചാരിച്ചു ഇവക്ക് സത്യം പറഞ്ഞ എന്തോ പറ്റിയെന്ന്. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യം വന്ന് പറഞ്ഞത്. ഇത്രയും ചളി അടിച്ചിട്ട് വെള്ളിട്ട് വന്നോക്കുക. ബന്ധമില്ലാതെ പറയാൻ കാരണം അതല്ല, ഞാനാണെങ്കിൽ അവള് പറയുന്നേം കേട്ട് ഇങ്ങനെ നിക്കാണ്. അവസാനം ഇല്ല നോക്കിയപ്പോ എനിക്കാണെങ്കിൽ ആകെ കൈ എന്തെങ്കിലും കിട്ടി. ഏത് കാര്യം ഉദ്ദേശിച്ചത്? എമിറേറ്റ്സ് ഐഡി വേറെ ഇപ്പൊ റീസെന്റ് ഇന്നലത്തെ ഏതായിരുന്നു? എമിറേറ്റ്സ് ഐഡിയുടെ മനസ്സിലായിട്ടില്ല. അത് മാത്രല്ല, വേറെ എമിറേറ്റ്സ് ഐഡി മാത്രല്ല വേറെ ഒന്നും അല്ലല്ല, അത് നിങ്ങക്ക് മനസ്സിലായെന്ന് പറയാം. എമിറേറ്റ്സ് ഐഡി ഓർമ്മ കിട്ടുന്നില്ല എന്താണ് എക്സാക്ട്ലി. പുതുതായി എമിറേറ്റ്സ് ഐഡി കിട്ടിയവരെ നമ്മൾ എങ്ങനെയാണ് വിഷ് ചെയ്യുക? എങ്ങനെ? ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈ ഐഡി അല്ലേ എമിറേറ്റ്സ് ഐഡിന്റെ ഷോപ്പ്? മനസ്സിലായി. എന്റെ എൽവിനെ സത്യം പറഞ്ഞ ഇവക്ക് ഇങ്ങനത്തതൊക്കെ കിട്ടത്തോളൂ കേട്ടോ. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അല്ല, ഈ ഐഡി മുബാറക്. അല്ല, എൽവിൻ പറഞ്ഞത് എനിക്ക് ചിരി വന്നത്. ഉള്ള ചളി മൊത്തം അടിച്ചിട്ട് വെള്ള ഇട്ടോണ്ട് വന്ന് നിൽക്ക. സത്യം പറയുമ്പം അല്ല എൽവിൻ കരിങ്കാളിയല്ലേ? അത് വരുന്നുണ്ട്, അത് ഇനി വരുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മള് വീട്ടിൽ ചെയ്യുമ്പോ നമുക്ക് സാധനം റീലടിക്കാം. അതെ, നമ്മുടെ പ്രൊഡ്യൂസർ ഇപ്പൊ ഇവിടെ വന്ന് കട്ട് ചെയ്യും കളി. അല്ല, വേറൊരു കാര്യം കൂടെ എനിക്ക് എൽവിനോട് ചോദിക്കാനുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ എന്താ അപ്ഡേറ്റ് പറഞ്ഞേ? തൃശ്ശൂർ പൂരൊക്കെ മിസ്സായില്ലേ? പോയില്ലേ? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് എനിക്ക് ആ കിട്ടിയ ഒരു പൂരം, ഞങ്ങളുടെ മെയിൻ പൂരമുണ്ട് എന്റെ നാടിന്റെ അടുത്ത്. ഉത്രാളികാവ് പൂരമുണ്ട്, മച്ചാട് മാമാങ്കുണ്ട്. അതിൽ മച്ചാട് മാമാങ്കം കിട്ടി, ഉത്രാളികാവ് കിട്ടിയില്ല. ഞാൻ 2 ആഴ്ച നാട്ടിൽ പോയിരുന്നു ആ ടൈമില്. പൂരങ്ങളുടെ സ്ഥലല്ലേ, പൂരങ്ങളുടെ തൃശ്ശൂരിന്റെ ഗജവീരൻ നെഞ്ചിലേക്ക് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. പൂരായിട്ട് ഇവിടെ ദുബായിലിരിക്കല്ലേ, അപ്പൊ പോണ്ടേ? സൂപ്പർ ആൽവിൻ, അടിപൊളി. ആൽവിൻ എന്താ പോയിഞ്ഞേ? അവർക്ക് പോയിട്ട് വന്നല്ലേ, പോയിട്ട് വന്ന് ഫാമിലി എല്ലാം വന്നോണ്ടായിരിക്കും. ഞാൻ ചുമ്മാ ചോദിക്കാം. പൂരങ്ങളുടെ ഇപ്പൊ അങ്ങനെ എപ്പോഴും ഞാൻ അതിന് മുമ്പ് പോയി വന്നുള്ളൂ. അതിനുശേഷം ഫാമിലി വന്നു, പിന്നെ പോണ്ടേ. ഓക്കെ, എനിവേസ് അപ്പം നമുക്ക് എന്നാ കളിയിലോട്ടേക്ക് കിടക്കാലോ അല്ലേ? സ്റ്റാർട്ട് പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ആയി വെച്ചാ സ്റ്റോപ്പ് പറഞ്ഞോ. പ്രൊഡ്യൂസറെ എൽവിൻ IPL കാണുന്നുണ്ടോ? IPL ഒന്നിനും ടൈമില്ല, ഇടയ്ക്ക് കാണും. ഞാൻ സ്കോറൊക്കെ നോക്കും. പറഞ്ഞു നമ്മുടെ CSK ആണ്. CSK പിന്നെ അല്ല, നമ്മള് ധോനി ഫാൻസ് ആണ്. അതാ വന്ന് നിന്നിരിക്കുന്ന GK ലാണ്. ഇനിയിപ്പം രാജസ്ഥാൻ റോയൽസിന്റെയും മുംബൈ ഇന്ത്യൻസിന്റെയും കളി നടന്നോണ്ടിരിക്കുക. അതെ മുമ്പ് ഓട്ടണം, ജയിക്കണം. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി ആശയം കടമെടുത്ത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓക്കെ, അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ. എനിക്കറിയാം നീ 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 ഇതിനിപ്പോ ആലോചിച്ച് കൂടുതൽ തല പൊക്കിക്കണ്ട, ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തിക്കോ. പഞ്ചവത്സരം അമേരിക്ക. ഓക്കെ,
കോൺഫിഡൻസ് ഉണ്ടോ? പഞ്ചവത്സരല്ലേ? അല്ല പഞ്ചവത്സരല്ലേ, എന്നാ ഞാൻ അമേരിക്കൻ. നമുക്ക് എൽവിൻ അറിയുന്നതുകൊണ്ട് മനസ്സിലായി. വേറെ പഞ്ചവത്സര അമേരിക്ക അല്ലടാ, റഷ്യ ആയിരുന്നു. നമ്മൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്ന്. മനസ്സിലായോ? സാരമില്ല, നമ്മൾ എപ്പോഴെങ്കിലും ജയിക്കോടാ കേട്ടോ. എപ്പോഴെങ്കിലും ജയിക്കുന്നു. ഈ എൽവിൻ ഇതൊരു വെല്ലുവിളിയെ ഏറ്റെടുത്ത് പെട്ടെന്ന് വിളിച്ച് സമ്മാനം എടുക്കണം കേട്ടോ. ഓക്കെ എൽവിൻ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പോൾ ദാറ്റ് വാസ് എൽവിൻ. അതെ, ആഫ്റ്റർ ലോങ് നമ്മൾ എൽവിനോട് സംസാരിച്ചു. അപ്പൊ കുറെ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും വിളിക്കുന്ന നമ്പർ 0423822491. അറിയാവുന്ന ശ്രദ്ധ നോക്കിയതാണ് ഞാൻ. 24 പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാ. ഓക്കെ 249. അപ്പൊ പെട്ടെന്ന് വിളിക്കാം. ഞങ്ങള് വളരെ ഈസി ആയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആൻസർ പറയുക. ക്രോക്കഡൈൽ പാർക്കിൽ പോയി മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. തീറ്റ കൊടുക്കുക. കാരണം ഞങ്ങൾ പോയപ്പം നമുക്ക് ആ ഒരു ടൈം അവർ തരും. ആ സമയത്ത് നമുക്ക് മുതലകൾക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ വലിയ ഭയങ്കര അതെ, അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട്. നിങ്ങൾ എന്താ കൊടുത്ത തീറ്റ? അവര് മീറ്റ് തരും. കൊടുത്തോ? ഞാൻ അന്നേരം അത് കഴിഞ്ഞിട്ടാ ചെന്നത്. എനിക്ക് ഷോ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാ ഞാൻ എത്തിയത്. എനിക്ക് അവര് തിന്നോ? നിങ്ങൾ കൊടുത്തതൊക്കെ തിന്നു. നമ്മൾ കൊടുത്തതൊക്കെ തിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, അതൊക്കെ വിസിറ്റ് ചെയ്ത്. എന്തായാലും ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്നെ പ്രൊഡ്യൂസർ പറയും ഞാൻ എല്ലാവർക്കും ഉത്തരം പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് ഞാൻ മിണ്ടൂല. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് ഷജി എന്താ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നതാ. അതാണ് എന്താ വെള്ളം ഇട്ടിട്ട് വരുന്ന ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് എൽവിൻ പറഞ്ഞതാണ്. എനിക്ക് ഞാൻ രംഗണ്ണന്റെ ഫാനാണ്. ആണോ? ഞാൻ പക്ഷെ രംഗണ്ണന്റെ പുതിയതാണ് ഇപ്പൊ ബ്ലാക്ക്. ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ. Yes. Hi, good evening. Good evening. Welcome to 3-in-1 Dr. Kaveri. Yes. 3-in-1 ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. ആഹാ, warm welcome. Thank you. എന്തൊക്കെയാണ് ഡോക്ടർ വിശേഷം? സുഖമാണ്. ഇപ്പൊ ആൾക്കാർക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതെ അതെ, ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒരു അഡ്വൈസ് തരാനുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയാമോ? ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മൾ വെള്ളം ബോയിൽ ചെയ്ത് തന്നെ കുടിക്കുക. അതേപോലെ തന്നെ പുറത്ത് ഹെൽപ്പിങ്ങിന് ഇറങ്ങുന്നവര് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷൂസ്, ഫുൾ കവർ ആവുന്ന ഷൂസ് ഇട്ടിട്ടേ ഇറങ്ങാവൂ. മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ എലിപ്പനി പോലുള്ള പനികൾ, കാര്യം റാറ്റ് യൂറിനും ഒക്കെ മിക്സ്ഡ് ആണ്. വെള്ളം ഇത്ര ദിവസം കെട്ടി നിൽക്കുമ്പോൾ നോർമലി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇവിടെയും വരാൻ ചാൻസസ് ആണ്. മറ്റേ ഡെങ്കി പനി എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ഡെങ്കു ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെ അതെ അതെ. ഓൾറെഡി പലർക്കും ഛർദിലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യുക. പലയിടത്തും ORS ഒക്കെ കിട്ടാനുള്ള ഷോർട്ടേജ് ഉണ്ട്. ഇടയ്ക്ക് ആ മഴയുടെ പിറ്റേന്ന് വെള്ളത്തിന് പോലും കുറെ ഷോപ്സിൽ ഇല്ല. നൂണിലൊക്കെ നമുക്ക് വെള്ളത്തിന്റെ ആ സംഭവമേ ഇല്ലായിരുന്നു ആക്ച്വലി. അങ്ങനെ കാരണം എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൂടെ എത്തിക്കാണ്. പിന്നെ ഈ റബ്ബർ പോലത്തെ ഷൂസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. ബൂട്ട്സ് പോലെ മേലോട്ട് വരുന്ന റബ്ബർ പോലത്തെ ഷൂസ്. അപ്പൊ കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിലൂടെ ഉള്ള അണുക്കൾ ചേറിയിട്ടും പലർക്കും പല പ്രശ്നങ്ങളെ. പിന്നെ പലയിടത്തും വെള്ളം മിക്സ് ആയിട്ടുണ്ടല്ലോ. അപ്പം അതിൽ എത്രമാത്രം പ്യൂരിഫൈഡ് ആയെന്നൊന്നും നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് പൈപ്പ് വെള്ളം മാക്സിമം, ഇപ്പൊ നമ്മള് പല്ല് കേൾക്കാനായാലും പൈപ്പ് വെള്ളങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ആ ഏരിയയിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നല്ല എവിടെ ആയാലും വെള്ളം കെട്ടി നിന്നാൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ. അതെ അതെ എക്സാക്ട്. പക്ഷെ ഒരുപാട് പേര് അതിനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചു ഡോക്ടർ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ? അതെ, നമ്മളും എല്ലാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പല ഏരിയയിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, വെള്ളത്തിന്റെ അളവനുസരിച്ച് എല്ലാ വണ്ടികളും പോവില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാരും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭക്ഷണമായിട്ട് ചെന്നാലും ആ ഏരിയയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം കുറെയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇവിടെ പിന്നെ കെട്ടിക്കിടന്നാൽ നമ്മൾ അത് വന്ന് റിമൂവ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത് പോകാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ. അത് കെട്ടിക്കിടക്കുന്ന ഈ ഒരു നാട്ടിൽ അധികം മഴയല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മള് അവര് ശരിക്കും വെയില് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും കുറെയൊക്കെ വെള്ളം ഡ്രെയിൻ ആവുള്ളതും ചെയ്തിട്ടുണ്ട്. അതെ അതെ, അത് ശരിയാണ്. മഴ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതെ അതെ. പിന്നെ വേറൊരു കാര്യം, ഈ വെള്ളത്തിനെക്കാട്ടി കൂടുതൽ മണ്ണ് ഒലിച്ച് വന്ന് റോഡ് കവർ ചെയ്യാണ്. അപ്പൊ അത് വരുമ്പോഴേക്കും നമുക്ക് വെള്ളവും ഈ മണ്ണും കൂടെ ആകുമ്പോൾ കുറെ വണ്ടികൾക്ക് അങ്ങനെ അപകടം പറ്റുന്നുണ്ട്. കാരണം അത് നമുക്ക് അറിയില്ല എന്താണ് ആ വെള്ളത്തിന്റെ അടിയിൽ ആ മണ്ണ്. പിന്നെ റോഡ് കുറെ എണ്ണം പൊളിഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ട്.
മാൻഹോളൊക്കെ ഉള്ളത് അതെ മാൻഹോളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പൊ വെള്ളത്തിൽ ആൾക്കാരെ ഈ ഹെൽപ്പിങ്ങിന് അതെ അതെ പോകുമ്പോൾ തട്ടി വീഴുകയാണ്. നമ്മളൊരു ഊഹം വെച്ചങ്ങ് നടക്കുകയല്ലേ. ഡെഫിനറ്റ്ലി അതെ അതെ അതെ. പിന്നെ ഡോക്ടർ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ കരാമയിലാണ് താമസം. ഡോക്ടറിന്റെ ഇൻസ്റ്റാ പേജ് ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, പക്ഷെ കണക്ട് ആയിട്ടില്ല. എന്തോ ഭാഗ്യം ഈ പ്രശ്നം ഞങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾക്ക് അതുകൊണ്ട് ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. അതെ, അപ്പൊ എന്തായാലും ഡോക്ടറിന്റെ ഇൻസ്റ്റാ പേജും കൂടി ഞങ്ങളോട് ഒന്ന് പറയോ? ആയൂർ കാവേരി. അപ്പൊ ഡോക്ടർ ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി എന്നും ഞങ്ങളെ സ്ഥിരമായി വിളിക്കണം. ഓക്കെ, മൺഡേ ടു വെനസ്ഡേ ഞങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്തായാലും നമ്മളെ വിളിക്കണം 3-in-1. ഓക്കെ. ഞങ്ങളുടെ എത്ര ഫോളോവേഴ്സ് ആണ് ആൾക്കുള്ളതെന്ന് അറിയോ? പിന്നെ ദുബായിലെ സെലിബ്രിറ്റി അല്ലേ ഡോക്ടർ കാവേരി. 1,00,000-ഓളം ഉണ്ടല്ലേ? എത്രയാണ് ഫോളോവേഴ്സ്? 124K ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ ഡോക്ടർ കാവേരി അല്ലേ? ഡോക്ടർ നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടില് കൊല്ലം ശാസ്താംകോട്ട എന്ന് പറയും, ശുദ്ധജല തടാകത്തിന്റെ അടുത്താണ്. അത് ശരി. ഞാനും കൊല്ലംകാരിയാണ്. പിന്നെ ഞാൻ ഷെജിയെ കൊല്ലത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഹസ്ബൻഡിന്റെ വീട് കൊല്ലത്താ. പറഞ്ഞിരുമ്പോ നമ്മൾ എല്ലാരും കൊല്ലക്കാരായി വരും അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ, ടിപ്സ് തന്നതിലും. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ ടൈം ഉള്ളതുകൊണ്ട് എല്ലാരും ടിവിയുടെ മുന്നിലൊക്കെ ആയിരിക്കും, അവർക്ക് ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആകട്ടെ. ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ് ഡോക്ടർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ എന്നും വിളിക്കുക, കുറച്ച് ഇൻഫർമേഷനും കൊടുക്കുക, ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കാം. അതെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ആയിക്കോട്ടെ. ഓക്കെ, ശരി. അപ്പൊ ഞങ്ങള് ഗെയിം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എന്റെ സൈഡിൽ ഒരു വീല് കണ്ടോ? ഓക്കെ. ഇതിപ്പം ഡോക്ടർ കാവേരി സ്റ്റാർട്ട് പറയുമ്പോ വീല് കറങ്ങും. ഓക്കെ, ആ വീല് കറങ്ങി സ്റ്റോപ്പ് എന്ന് പറയുമ്പോ വീല് നിൽക്കും. അപ്പൊ എവിടെയാണ് അത് നിൽക്കുന്നത് അത് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പോയിന്റർ കണ്ടോ GK എന്ന് കാണിക്കുന്നത്, അതുപോലെ ഏതാണ് ടോപ്പിക് എന്ന വീലായിരിക്കും ചൂസ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിനും 20 seconds ടൈം ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിച്ച ഉടനെ ഇവിടെ ടൈമർ സ്റ്റാർട്ട് ആവും. എന്തെങ്കിലും ക്ലൂ ഒക്കെ തരില്ലേ? ചെയ്യാം. ചോദ്യം ഞങ്ങൾക്ക് അറിയണ്ടേന്ന് ഉത്തരം, അതാണ്. ഇതൊന്നും പബ്ലിക്കായി പറയരുത് പിന്നെ. പക്ഷെ ഈ ടൈമർ ഞങ്ങൾ കാണുമ്പം എന്താ പറയാ, ടിവിയിൽ കാണുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടാവും, കാരണം ഇത് ലൈവ് ഷോ അല്ലേ. ടൈം തീരുന്നതിന് മുമ്പ് ഞങ്ങൾ ഹെഡ്സപ്പ് തരും കേട്ടോ. ഓരോ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ടോപ്പിക് മാറും. ഓക്കെ, ശരി, എന്നാ സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റോപ്പ് പറയാൻ മറക്കരുത്. ഞാൻ പറയണോ? ഓക്കെ, അപ്പൊ GK എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ. നോ പ്രോബ്ലം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 140, 116, 108. 140 അടുത്തുണ്ടെങ്കിൽ ചോദിച്ചോ, ആർക്കെങ്കിലും അറിയാം. 116, 108 നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. അതെ, സമയം ഇപ്പൊ കഴിയും, പെട്ടെന്ന് പറഞ്ഞോ. അറിയണമെങ്കിൽ ഗസ് ചെയ്തോ, പെട്ടെന്ന് ഏതൊന്നും കറക്കി കുത്ത്. 140, 116, 108. 140. ഓക്കെ, സമയം തീരുന്നതിന് മുമ്പ് ഡോക്ടർ പറയണം. ഞങ്ങളിപ്പോ ആദ്യമായിട്ട് വിളിച്ചതല്ലേ ഡോക്ടർ, അതുകൊണ്ട് ഞങ്ങള് സമയം കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി സെക്കൻഡ്സ് തന്നതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ എക്കണോമിക്സും കാര്യങ്ങളും സഹായിച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, അതാ വീണ്ടും GK. അപ്പൊ നോക്കാം നമുക്ക് ഇപ്രാവശ്യത്തെ ഭാഗ്യം എങ്ങനെയാന്ന്. Here is your second question. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ നിയമിക്കുന്നത് ആര്? ഗവർണർ, മുഖ്യമന്ത്രി, പ്രസിഡന്റ്. പബ്ലിക് സർവീസ് കമ്മീഷണർ, സർവീസ് കമ്മീഷണർ അംഗത്തെ നിയമിക്കുന്നത് ആര്? കമ്മീഷൻ ആണേ, കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ നിയമിക്കുന്നത് ആര്? ഗവർണർ, മുഖ്യമന്ത്രി, പ്രസിഡന്റ്. ഇവരിൽ ആരാണ്? ഗവർണർ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഇത് ഗസ് ചെയ്താണ് അറിഞ്ഞിരുന്നോ ഡോക്ടർ?
ഇല്ല, ഞങ്ങളെ പഠിപ്പിച്ചൊരു സാറ് സന്തോഷ് സാർ എന്ന് പറഞ്ഞത് കുഞ്ചാക്കോനെ പോലെ ഇരിക്കുന്ന ഒരു സാറായിരുന്നു. എനിക്ക് വയ്യ. വിചാരിച്ചങ്ങ് സാർ കുഞ്ചാക്കോനെ പോലെ ഇരുന്നത് കൊണ്ട് പഠിപ്പിച്ച ഓർമ്മയുണ്ട്. സന്തോഷ് സാറിനെ കുഞ്ചാക്കോ ബോബനെ പോലെ പ്രിയാമ്പല അങ്ങനെയുള്ള കാര്യങ്ങൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് അന്നാണ് തുടങ്ങിയത്. പക്ഷെ അത് എന്തായാലും ഉപകാരപ്പെട്ടു ഡോക്ടർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ 2 കൽപ്പിച്ചിട്ട് സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട്. പോരട്ടെ. പൊറോട്ടയോ? പൊറോട്ട അല്ല, പോരട്ടെ. അതാ ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ GK തന്നെയാണ്. അയ്യോ, ഓക്കെ, ഇനി നിങ്ങൾ ഇതൊന്നും ചോദിക്കില്ല. ഇനി എക്കണോമിക്സ് ചോദിച്ചു ഞങ്ങൾ ഇനി ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ദുബായ് ക്രോക്കഡൈൽ പാർക്കിനെ കുറിച്ചുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ പ്രവർത്തന സമയം എപ്പോഴാണ്? ഓപ്പറേഷണൽ ടൈം 10 AM to 8 PM, 10 AM to 9 PM, 10 AM to 10 PM. പെട്ടെന്ന് നോക്കി പറഞ്ഞോ. ഒന്നുകൂടെ പറയൂ. 10 മണി മുതൽ 8 മണി വരെ, 10 മണി തൊട്ട് 9 മണി വരെ, 10 മണി മുതൽ 10 മണി വരെ. 10 മണിയുടെ 8 കിടന്നോട്ടെ. 10 മണി 8 ആലോചിക്കണോ? നോക്കിട്ടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. എനിക്ക് വയ്യ. അതെ, എന്ത് പറ്റിയെന്നറിയോ? കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഇപ്പൊ പോയി ബിഗ് ടിക്കറ്റ് ഒന്നും എടുക്കാറുണ്ട്, പക്ഷെ അത് നിർത്തിയല്ലോ. പക്ഷേ ഡോക്ടർ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് തന്നെ നമ്മളെ വിളിച്ചു, ഒരുപാട് നേരം നാളെ വിളിച്ചിട്ട് കണക്ട് ആയില്ല. പക്ഷെ ഇന്ന് കണക്ട് ആയത് നമ്മുടെ വിന്നറും കൂടി ആവാനാണ്. അപ്പൊ ഈ ലക്കി ഡ്രോയിലേക്ക് നമ്മുടെ ഡോക്ടർ കാവേരിയുടെ പേര് പോവുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു വിന്നറും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ആർക്കാണോ ലക്ക് ഉള്ളത് അവർക്ക് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോകാനുള്ള അവസരമുണ്ട്. അഡൽട്ട് ടിക്കറ്റ് ആയിരിക്കും നമ്മൾ തരാൻ. നിങ്ങൾക്ക് 2 പേർക്ക് പോകാൻ. കിഡ്സിനെ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മാത്രം മതി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കണം. അപ്പൊ കൊല്ലംകാര് വിളിച്ചത് മോശമായില്ലല്ലേ? അഭിമാനം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ബൈ ബൈ. ബൈ. അപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടർ കാവേരിയാണ് വിളിച്ചത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇപ്പം കാരണം ഭയങ്കരമായിട്ട് കോളറ പോലുള്ള അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ സൂക്ഷിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരം സംസാരിച്ച സ്ഥിതിക്ക് കുറച്ച് വെള്ളം കുടിക്കേണ്ട അത്യാവശ്യം. വെള്ളം മാത്രമല്ല, ആ ബ്രേക്കിൽ വേണം നമുക്ക് റീൽസ് എടുക്കാൻ. അപ്പൊ എന്തായാലും ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഓടി തിരിച്ചു വരാം. Welcome back to 3 in 1 powered by Talrop and Time Express Cargo. Gift sponsored by നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. യെസ്. അങ്ങനെ കുട്ടി ബ്രേക്ക് എടുത്ത് ഞങ്ങൾ ഓടി വന്നിരിക്കുകയാണ്. കോളറും ഉണ്ട് നമുക്ക്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണിത്? ഇത് ഗൗതം. ഗൗതം. യെസ്. ആഹാ, ഗൗതം എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ഷാർജയാണ്. ഷാർജ എവിടെ മോനെ? ഷാർജ അൽകാസ്മി ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെ സ്ഥലമൊക്കെ? കുഴപ്പമില്ലല്ലോ? ആ, വെള്ളമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ ആയല്ലോ. കുറച്ച് വെള്ളമുണ്ട് താഴേക്ക്. ഓക്കെ ഫൈൻ. അപ്പം ഫ്രണ്ടിന്റെ വീട്ടിൽ ഇപ്പൊ അവിടെ നിൽക്കുകയാണോ വെള്ളം കാരണം, അതോ അത് ജസ്റ്റ് കളിക്കാനായിട്ട് വന്നതാണോ? ആ, ഫ്രണ്ടിന്റെ വീട്ടുണ്ട്. ജസ്റ്റ് കാണാൻ വന്നേ ഫ്രണ്ടിനെ. ഓക്കെ ഗുഡ്. അല്ലല്ല, വീട്ടിൽ അവിടെ ഫ്ലാറ്റിന്റെ താഴെ വെള്ളം ഉണ്ടാവും. ഓ, അതുകൊണ്ട് മാറിയതാണോ? ഓക്കെ ഇച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നു. അശു, ഹൗ ആർ യു ഡൂയിങ് നൗ? ആർക്കും മോനാണോ വോമിറ്റിംഗ് ഉണ്ടായിരുന്നേ? എല്ലാവർക്കും ഉണ്ടായിരുന്നു, എന്റെ അനിയനും. ഓ, നമ്മളിപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും? എന്തായാലും നിങ്ങൾ അവിടുന്ന് മൂവ് ചെയ്ത് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്നത് എന്തായാലും നന്നായി കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ കെയർ ചെയ്യണം. എന്തെങ്കിലും മെഡിക്കൽ ഒക്കെ എടുത്തോ? മരുന്നൊക്കെ എടുത്തോ? മരുന്നൊക്കെ എടുത്തു. ഓക്കെ, അപ്പൊ ആർക്കും ഇങ്ങനെ കാരണം ഒരുപാട് പേർക്ക് ഇപ്പൊ അസുഖങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ആർക്കും സ്പ്രെഡ് ആവാതെ എല്ലാരും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറയണം കേട്ടോ. ആരൊക്കെ ഉണ്ട് ഇപ്പൊ അവിടെ? ഇവിടെ അച്ഛൻ, അമ്മ, പിന്നെ എന്റെ അനിയൻ. അനിയന്റെ പേരെന്താ? അനിയന്റെ പേര് അലോക്. അലോക്. അപ്പൊ അവിടെ ഫ്രണ്ട്സ് ഇല്ലേ? ആ ഫ്രണ്ട്സിന്റെ വീട്ടിലാന്ന് പറഞ്ഞില്ലേ, അവരാരും ഇല്ല അവിടെ? അവരൊക്കെ ഞങ്ങളിപ്പോ പുറത്തു പോയിക്കൊണ്ടിരിക്കുക. നോ പ്രോബ്ലം. മോൻ ഏത് ക്ലാസ്സിലാ? ഞാൻ 10th. അപ്പൊ ക്ലാസ് ഒക്കെ ഇപ്പൊ ഓൺലൈൻ ആണോ?
ഇപ്പൊ ഓൺലൈനിൽ. ഓക്കെ, പെർഫെക്റ്റ്. കാരണം ഇപ്പം സ്കൂളിൽ നിന്നുള്ള ഇത് കൊടുത്തതും ബസ് സർവീസ് ഉള്ള സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് എല്ലാം സ്കൂളിൽ പോകാം, അല്ലാത്തവർ ഓൺലൈൻ ചൂസ് ചെയ്ത്. കാരണം പോകാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അവരെല്ലാം ഓൺലൈൻ ക്ലാസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വ്യത്യാസം ഉണ്ടോ മോനെ? എങ്ങനെയുണ്ട് ഇപ്പൊ നിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. നമ്മളിപ്പോ ജസ്റ്റ് പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പോയായിരുന്നു. ശരി ശരി. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മോൻ സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ഓൾ റൈറ്റ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് GK. ഇന്ന് എല്ലാവർക്കും GK ആണല്ലേ? ഓക്കെ, ആർ യു റെഡി? യെസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ GK എന്നാണ്. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ഞങ്ങൾ വായിക്കാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വം നടപ്പിൽ വന്നത് ഏത് വർഷമാണ്? 1955, 1957, 1954. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വം നടപ്പിൽ വന്നത് ഏത് വർഷമാണ്? 1955, 1957, 1954. 1954 ആണോ? ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. നോക്കട്ടെ ഗൗതം, ശരിയാണോ നമുക്ക് നോക്കാം. ഇതാരാ പറഞ്ഞത് ഗൗതമിന്? അച്ഛൻ. അയ്യോ, എന്ത് പറ്റിയെന്നറിയോ? അച്ഛൻ കറക്റ്റായി പറഞ്ഞു. കറക്റ്റ് ആണ്. അച്ഛൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, വെൽ ഡൺ. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേഗം സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓക്കെ, അനിയൻ എത്ര വയസ്സായി? അനിയനിപ്പോ 10 വയസ്സ്. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ് വരാം. ഓക്കെ, GK. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ GK തന്നെയാണ്. ചോദിക്കട്ടെ? ഓക്കെ, ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. സാർക്ക് രാജ്യങ്ങളുടെ ആസ്ഥാനം എവിടെയാണ്? കോലാലംപൂർ, കാഠ്മണ്ഡു, അബുദാബി. സാർക്ക് രാജ്യങ്ങളുടെ ആസ്ഥാനം എവിടെയാണ്? ഏത് സ്ഥലത്താണ് പരമോനെ? ഒന്നുകൂടി. സാർക്കല്ലേ? സാർക്ക്, യെസ്, സാർക്ക് രാജ്യങ്ങളുടെ ആസ്ഥാനം. കാഠ്മണ്ഡു. ലോക്ക് ചെയ്തു. കാഠ്മണ്ഡു. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വേറെ ഒന്നും ആലോചിക്കാനില്ല. കാഠ്മണ്ഡു ലോക്ക് ചെയ്തിരിക്കുന്നു. എന്താണ് ആൻസർ? വെൽ ഡൺ. കറക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ അവസാനത്തെ ക്വസ്റ്റ്യനും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് പറഞ്ഞോളൂ. നല്ല എക്സൈറ്റഡ് ആണ്. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, ഓൾ റൈറ്റ്. ഇതൊരു കസ്പില ചെന്ന് എത്തിയിരിക്കുന്നത് അല്ലേ? ഏതാണ്? ടോപ്പിക് ഈസ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ അച്ഛനോട് തന്നെ ഹെൽപ്പ് എടുത്തോളൂ. ഇന്ത്യയിൽ സ്പോർട്സില് താല്പര്യമുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പൊളിറ്റിക്സിലാണ്. ഞാൻ ഒളിമ്പിക്സിൽ കാണാറുണ്ട്. ഓക്കെ, ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കേരളം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. ആന്ധ്രാപ്രദേശ്. ഓക്കെ, അച്ഛൻ പറഞ്ഞു ആന്ധ്രാപ്രദേശ്. നമ്മൾ ലോക്ക് ചെയ്യുന്നു. ആന്ധ്രാപ്രദേശ്. അച്ഛൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് അല്ലേ? അച്ഛൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ട് ഗൗതം എന്തുകൊണ്ടൊന്ന് അമാന്തിച്ചു പറയാൻ? അത് ഞാനും ആലോചിച്ചു. കറക്റ്റ് ഉത്തരമാണ്. എനിക്ക് ഗൗതമിന്റെ എക്സൈറ്റ്മെന്റ് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇപ്പൊ അസുഖമൊക്കെ ആയിട്ട് ഇരുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സന്തോഷം വന്ന സ്ഥിതിക്ക് നമുക്ക് അറിയാൻ പറ്റും ലക്കി ആണോ എന്ന്. ഇന്ന് ഈ ഷോയുടെ അവസാനം ഞങ്ങൾ ഇപ്പൊ 2 പേര് ഓൾറെഡി വിന്നേഴ്സ് ആയിരുന്നു. നിങ്ങളുടെ 3 ആൾക്കാരുടെയും പേര് നമ്മൾ അതിലിട്ടിട്ട് ആരാണ് ലക്കി വിന്നർ എന്ന് നമ്മൾ അറിയും കേട്ടോ. അപ്പം ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോകാനുള്ള 2 പേർക്കുള്ള ടിക്കറ്റ് ആയിരിക്കും ലക്കി ഡ്രോയിൽ കിട്ടുന്നവർക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അവസാനം വരെ ഇരുന്ന് കാണാം. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഞങ്ങൾ എന്നും വിളിക്കണം. കേട്ടോ ഗൗതം. ബൈ ബൈ. അപ്പൊ നമുക്ക് ഇന്ന് 3 വിന്നേഴ്സ് ആയിട്ടുണ്ട് ആക്ച്വലി. മാലിക്, അതുപോലെ തന്നെ ഷൈല ആൻഡ് ഡോക്ടർ കാവേരി അല്ലേ? ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ ഗൗതം വിളിച്ചതും അവര് പോയ വിന്നർ ആയത് ഗൗതം, ഡോക്ടർ കാവേരി.
ഡോക്ടർ കാവേരി ആൻഡ് ഷൈലാമ്മ. അതെ അതെ അതെ. ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോ സംസാരിച്ചതേ ഉള്ളൂ ഈ അസുഖത്തിനെ കുറിച്ച്. എന്നിട്ട് പെട്ടെന്ന് ഗൗതം വിളിക്കുന്നു, അവന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അല്ലേ. അല്ല, കാരണം കുട്ടികൾക്ക് അത് പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് മാറി അവർക്ക് അസുഖമൊക്കെ മാറി ശരിയായി എന്ന് കേട്ടത് വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും പെട്ടെന്ന് എന്താ പറയാ റിക്കവറി ചെയ്യട്ടെ. നമ്മുടെ UAE പഴയതിനെക്കാളും പവറോടെ തിരിച്ചു വരട്ടെ. കാരണം ഇനി ഫ്യൂ ഡേയ്സ് ചിലപ്പം മഴ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി നാളെ രാത്രി അപ്പൊ എന്തായാലും അത്ര ഒരു ഹെവി മഴ ആകാതിരിക്കട്ടെ. എന്നാലും എല്ലാവരും അത് ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. കാരണം അവസാനം പിന്നെ നമ്മൾ അതിലേക്ക് ചെന്ന് വീഴാതെ ശ്രമിക്കുക അല്ലെ. ബട്ട് ഇതൊരു മൈൽഡ് ആയിരിക്കും എന്നാണ് ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതെ, അത് ഏരിയാസ് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. ഏരിയാസ് വരെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ന് ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ചാൻസസ് കുറവാണ്. പക്ഷെ നാളെയാണ് കൂടുതൽ ചാൻസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് സീ. അതെ, എനിവേസ് പിന്നെ അതെന്തായാലും പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും വിളിക്കേണ്ട നമ്പർ 0423824911. നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങൾ 8:30 വരെ ആവും. ഒരു 20 മിനിറ്റ്സ് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പെട്ടെന്ന് വിളിക്കുക. ഇതുപോലെ ഈ ലക്കി ഡ്രോയിൽ നിങ്ങളുടെ പേരും കയറട്ടെ. എന്നിട്ട് ദുബായിലെ കുട്ടികൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാൻ നമുക്ക് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോണ്ടേ. ഷജിയൊന്നും കൊണ്ടുപോകുന്നുണ്ട്, മിക്കവാറും മുതല കടിച്ച് തിന്നുന്നു. നോ വേസ്. ഓ മൈ ഗാഡ്, അവിടെ ഇപ്പൊ ആക്സെന്റ് കൂടിയൊക്കെ. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ വെള്ള ഇട്ട് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇന്ന് മാലാഖയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രംഗണ്ണ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. രംഗണ്ണൻ അവസാനം ബ്ലാക്ക് ഇട്ടിട്ടാ വന്നത്. അതുകൊണ്ട് ഞാൻ അത് വൈറ്റ് മാറ്റി. ആദ്യം വൈറ്റ് അല്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ വൈറ്റില്. നാളെ അടുത്ത ഷോയിൽ ഞാൻ ബ്ലാക്ക് ഇട്ടിട്ട് വരും. ഇപ്പം എന്റെ മോന് അവിടെ എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ മോൻ ചെന്നിട്ട് പപ്പയെ നോക്കിട്ട് റോണിയെ നോക്കിട്ട് പറയാം, എടാ മോനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന റോണി പെട്ടെന്ന് അവനെ നോക്കി. അത് ആക്ച്വലി അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മോനും ഇങ്ങനെ ഇരുന്ന് ഫുള്ള് സിനിമയൊന്നും കാണുന്നില്ല, പക്ഷെ അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മൂവി. അവനിങ്ങനെ കണ്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഉറങ്ങിപ്പോയി ലാസ്റ്റൊക്കെ ആയപ്പം. പക്ഷെ അതിനുശേഷം മുന്നേ ഒക്കെ കണ്ടു എപ്പോഴും പറയും, അമ്മ കാണാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകുമ്പോ രാവിലെ സിനിമ കാണാൻ വേണ്ടല്ലേ ഞാൻ ഉറങ്ങിപ്പോകും. അതെ അതെ. എന്തായാലും എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കാണണം മൂവീസ് ഒക്കെ ഒരുപാട്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം ഭൂമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പറയാണ്. കാരണം ഇപ്പൊ ഗോഡ് ലൈഫ് ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ്, ഗോഡ് ലൈഫ്, പ്രേമലു, നല്ല സിനിമകൾ വന്നല്ലേ, ബ്രഹ്മയുഗം, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം, പിന്നെ ഇനി അടുത്ത നിവിൻ പോളിയുടെ പടം വരുന്നു. എല്ലാ പടങ്ങളിലും അതിൻ്റെതായ ഒരു റീച്ചിൽ നമ്മൾ മലയാളീസ് മാത്രമല്ല എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും കാണുന്നു എന്ന് അറിയുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അത്രയും റീച്ചിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഉണ്ണിമുഖത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, ജയ് ഗണേഷ് അല്ലേ, അത് റിലീസ് ആയിരിക്കാണ്. അതെ അതെ. അപ്പം പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ നടന്മാരും നടികളും എല്ലാവരും നമ്മുടെ UAE വരുന്നുണ്ട്. നമ്മൾ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊച്ചു കേരളമാണല്ലോ. അതെ അതെ. എന്തായാലും അതിനുള്ള നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവരും സിനിമയൊക്കെ കാണണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഷോസ്, നമ്മുടെ UBL ചാനലിൽ ഒരുപാട് ലൈവ് ഷോസും അതുപോലെ തന്നെ മൂവീസ്, വാർത്തകൾ എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണം അല്ലേ. അതെ, ഒരുപാട് നല്ല പുത്തൻ സിനിമകളൊക്കെയാണ് ഞങ്ങൾ ഇതിപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം മൂവി ലവേഴ്സൊക്കെ ഒന്നും മിസ് ചെയ്യരുത്, എല്ലാ മൂവീസ് കാണാം. അതുപോലെ ഞങ്ങളുടെ ഷോസിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും അല്ലേ. അപ്പൊ ആ ഇൻഫർമേഷൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുക. ഞങ്ങളുടെ തീം എന്ന് പറയുന്നത് മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ്, 7:30 to 8:30. അപ്പം ഞങ്ങളെ പ്രോഗ്രാം കാണാം, അതുപോലെ വിളിക്കുക, സമ്മാനം കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾ മിഴിച്ചു നിൽക്കാതെ ഫോൺ എടുക്കുക, വിളിക്കുക മക്കളെ. പെട്ടെന്ന് വിളിക്കണം. 04238249 നമ്പറിലേക്ക് വിളിക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലക്കി ഡ്രോയിലേക്ക് ഇനി ആൾക്കാരുടെ പേരിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ 3 വിന്നേഴ്സിൽ ആർക്കാണ് ആ ഭാഗ്യം കിട്ടാൻ പോകുന്നത് നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോകാനായിട്ട്. അപ്പൊ ഈ ചാൻസ് കളയരുത്. ഇപ്പം 3 വിന്നേഴ്സ് നമുക്കുണ്ട്. ഇതിൽ നിന്ന് ഒരാൾക്കായിരിക്കും നമ്മൾ കപ്പിൾ ടിക്കറ്റ് കൊടുക്കുക ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോകാൻ. പക്ഷെ ബാക്കി 2 പേരും വിഷമിക്കണ്ട. അതെ, കാരണം അവർക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അതെ, അവർക്കും നമ്മൾ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ആരെയും നമ്മൾ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവർക്കും സമ്മാനം, എല്ലാവർക്കും ഞങ്ങൾ കൈനീട്ടങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അതെ. അപ്പൊ നിങ്ങൾ ഈ ഗിഫ്റ്റ് കിട്ടിയവരും നമ്മൾ നാളെ വിളിക്കുക. 800-825-825 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്റ്റിനുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും അവസാനം വരെ കാണാൻ. ഈ
3 പേർക്ക് ആരാണ് ആ ലക്കി വിന്നർ എന്ന് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അറിയും. അതിനു മുമ്പേ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423824991. പെട്ടെന്ന് വിളിക്കുക. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതെ. പിന്നെ ഷജി, വേറെ എന്തൊക്കെയാണ് എനിക്ക് ഇതിന്റെ ടൈമിൽ കുറെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഗ്യാദർ ചെയ്ത് ആ ഒരു മൊമെന്റിനെ കുറിച്ചൊന്ന് പറയുക. കാരണം എല്ലാ വർഷവും അങ്ങനെ ഒരു മൊമെന്റ് എല്ലാവരും ഒത്തുകൂടുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ഞാൻ കണ്ടു ആൾ ഊഞ്ഞാലൊക്കെ ആടി, അവർ ക്രിക്കറ്റ് ഒക്കെ കളിച്ച്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫാം ഹൗസിൽ പോയി, റാസൽ കൈമയിൽ. അപ്പോൾ നല്ല രസമായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോൾ അതുപോലെ ഒരു ഫാം ഹൗസിൽ പോകണം. കാരണം നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ ആരും തമ്മിൽ കാണില്ല. ഇതിപ്പോ എല്ലാവരും കൂടെ ഒരു വലിയൊരു ഫാം ഹൗസിൽ നിൽക്കുക. അവിടെ കുറെ ആനിമൽസ് ഉണ്ട്. ഇപ്പൊ പറയാനല്ലേ ഹോസും പിന്നെ പോണിയൊക്കെ ഉണ്ട്. അപ്പൊ റൈഡിന് പോവാം. അതുപോലെ വേറെയും കുറെ പക്ഷികളും അങ്ങനെ ഒത്തിരി ആനിമൽസ് ബേർഡ്സ് ഒക്കെ ഒരു സൈഡിലുണ്ട്. വലിയ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇത് ക്യാമ്പ് ഫയർ ഒരു സെറ്റ് ചെയ്ത് തരും, പിന്നെ ബാർബിക്യൂ സെറ്റ് ചെയ്ത് തരും. അപ്പൊ അവിടെ ഞങ്ങൾ ദംഷിറാസ് ഒക്കെ കളിച്ചു. അത് അങ്ങനെ ആവുമ്പോ ഇപ്പൊ ഷജി പറഞ്ഞ പോലെ തന്നെ ഒരു ഫാം ഹൗസ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാരെയും കാണാനും ഇരിക്കാനും കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി. അതിപ്പോ ഫാമിലി തന്നെ ആവണമെന്നില്ല, ഫ്രണ്ട്സ് ആയാലും നല്ലൊരു മെമ്മറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു തവണ പോകണം. ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം പോകണം. കാരണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറെ ഗെയിംസ് ഒക്കെ കളിക്കാനായാലും എല്ലാവരുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ടൈം ആയിരിക്കും. പിന്നെ ഷജി ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ട് അവൾ ഇടയ്ക്ക് പാട്ട് പാടും, ഊഞ്ഞാലാടും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ടൈം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിച്ച് നിങ്ങൾ ഇതാക്കുന്നില്ല. നമ്മൾ ലക്കി ഡ്രോയിലേക്ക് പോകുന്നതിന് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരണം അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഈ മാന്ത്രിക ചെപ്പുമായി അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ 3 പേരുടെ പേര് ഉണ്ട്. അതായത് ശൈലാമ്മ, ഗൗതം ആൻഡ് ഡോക്ടർ കാവേരി. അപ്പൊ ഇതിൽ ആർക്കാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ വിന്നേഴ്സിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഈ 3 പേരിൽ നിന്ന് ആരാണോ വിന്നർ അവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2 അഡൽട്സിനുള്ള എൻട്രി ടിക്കറ്റ് ആണ് ടു ദുബായ് ക്രോക്കഡൈൽ പാർക്ക് അൽ മുഷ്രിഫ്. അതെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ 2 പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾക്കുള്ള ടിക്കറ്റ് നിങ്ങൾ എടുക്കുക. ബാക്കി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവം അതിനകത്തുണ്ട്. ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പൊ ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾ എന്തായാലും പോകണം. ഞങ്ങളുടെ വർക്കേഡ് അടുത്ത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. സാധാരണ നമ്മൾ സൂലൊക്കെ പോയി ആനിമൽസിനെ കാണുന്ന പോലെയല്ല, നിങ്ങൾക്ക് അതിന് ഒരു ഫീഡ് ഒക്കെ ചെയ്യാം. അപ്പൊ എനിവേസ് ഐശ്വര്യമായിട്ട് ഒരാളുടെ പേരൊന്നും ഇല്ല, ഐശ്വര്യമായിട്ടൊന്നും ഞാൻ എടുക്കൂല, ഞാൻ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ ആരാണ് ആ ഭാഗ്യവാൻ ഓർ ഭാഗ്യവതി? അതെ, നോക്കിയിട്ട് ഷജി തന്നെ അങ്ങ് പറഞ്ഞു. അതെ, ഞാനൊരു ക്ലൂ തരാം, പിന്നെ ഗസ് ചെയ്താൽ മതി. അവന് ഗസ് ചെയ്യണം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. എന്താ പറഞ്ഞേ? അഭിനയിച്ചെന്ന് കാണിക്കാൻ. ജംഷിറാസ്. ഓക്കെ, ഞാൻ അഭിനയിച്ച് കാണിച്ചു തരാൻ പോലെ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഈ പേര് എങ്ങനെയാ അഭിനയിച്ച് കാണിക്കുക? ഓക്കെ, വേണ്ട. 3 ആൾക്കാരാ ഉള്ളത്. ഗൗതം, ശൈലാമ്മ, ഡോക്ടർ കാവേരി. ഈ 3 പേരിൽ ആർക്കാ കിട്ടിയെന്ന് കാണിക്കേ. മനുഷ്യൻ ഇങ്ങനെ എക്സൈറ്റ്മെന്റ്. ഞാൻ ഈ പറഞ്ഞ ഒരു പേഴ്സന്റെ ഫോട്ടോ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അവരെങ്ങനെയാ ഇരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, പോട്ടെ. ഓക്കെ, പെട്ടെന്ന് സമയം. ഓക്കെ, ഡോക്ടർ കാവേരി is the winner. ഡോക്ടർ കാവേരി കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ മേ ബി കണ്ടാൽ എനിക്ക് പരിചയം ഉണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് ആ പേര് കിട്ടുന്നില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഡോക്ടർ കാവേരി, യു ആർ ദ വിന്നർ. അല്ല, ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആണല്ലോ കാണിക്കാൻ, സ്റ്റെത്തോസ്കോപ്പ് എടുത്ത് വെച്ച് കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ക്യാച്ച് ചെയ്തത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ഡോക്ടർ കാവേരി ഈസ് എ വിന്നർ. ഡോക്ടർ കാവേരിക്ക് കിട്ടാൻ പോകുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു 2 അഡൽട്സിന് വേണ്ടിയിട്ടുള്ള എൻട്രി ടിക്കറ്റ് ആണ്. ഓക്കെ, 2 ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അതിനുള്ള നമ്പർ നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിൽ നിന്ന് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അഡൽട്ടിനുള്ള 2 ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഡോക്ടർ കാവേരി നിങ്ങളുടെ കിഡ്സിനെ കൊണ്ടുപോകുമ്പോൾ അവർക്കായിട്ട് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. നിങ്ങൾക്ക് 2 പേർക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ തരാം. അതുപോലെ തന്നെ ശൈലമ്മയ്ക്കും പിന്നെ നമ്മുടെ ഗൗതമും ഒട്ടും വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉള്ളതാണ്. അതെ, നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 800-825-825 എന്ന നമ്പറിലോട്ട് വിളിക്കുക. നിങ്ങളുടെ ഗിഫ്റ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ UBL ഓഫീസിൽ വരണം. തീർച്ചയായും.
അപ്പൊ ഒരുപാട് സന്തോഷം. നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ 3-in-1 ആയിട്ട് വന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ കളിക്കളമായിട്ട് നമ്മുടെ സനീഷ് ചേട്ടൻ വരികയാണ്. വാതിലിനെ തുറന്ന് അകത്ത് കയറാൻ മുട്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യും. അത് ഞങ്ങൾ ഇറങ്ങി പോണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കളിക്കളമായിട്ട് സനീഷ് ചേട്ടൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നിങ്ങൾ എല്ലാവരും വിളിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് പോകാനുള്ള സമയമായി. ബൈ ഫ്രം പെനീന ആൻഡ് എ ഗുഡ് നൈറ്റ് ഫ്രം ഷെജി. ബൈ ബൈ.